1975 മാർച്ച് 25 അറേബ്യൻ മണലാരണ്യത്തെ നടുക്കിയ ആ വെടിയൊച്ച് അത് വെറുമൊരു ഭരണാധികാരിയുടെ അന്ത്യമായിരുന്നില്ല. ലോകത്തെ വിറപ്പിച്ച പാശ്ചാത്യ ശക്തികളുടെ കണ്ണു തുറപ്പിച്ച ഒരു യുഗത്തിന്റെ അന്ത്യമായിരുന്നു. സൗദി അറേബ്യയുടെ മൂന്നാമത്തെ രാജാവ് കിങ് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ്. ആരായിരുന്നു ഫൈസൽ? എന്തിന് അദ്ദേഹത്തെ സ്വന്തം കുടുംബാംഗം തന്നെ കൊലപ്പെടുത്തി? അതിലേക്ക് നയിച്ചത് എണ്ണപ്പണമായിരുന്നോ അതോ അന്താരാഷ്ട്ര ഗൂഢാലോചനയോ? 1906 ജനിച്ച ഫൈസൽ ആധുനിക സൗദി അറേബ്യയുടെ ശില്പികളിൽ ഒരാളായിരുന്നു. വെറുമൊരു രാജാവായിരുന്നില്ല അദ്ദേഹം, ഒരു വിപ്ലവകാരിയായിരുന്നു. അടിമത്തം നിരോധിച്ച, പെൺകുട്ടികൾക്ക് സ്കൂളുകൾ തുറന്ന, ടെലിവിഷൻ കൊണ്ടുവന്ന പരിഷ്കർത്താവ്. പക്ഷേ ലോകം അദ്ദേഹത്തെ ഭയന്നത് മറ്റൊരു കാര്യത്തിന്റെ പേരിലായിരുന്നു, അദ്ദേഹത്തിന്റെ നട്ടെല്ല്. ആർക്കും മുന്നിലും തലകുനിക്കാത്ത അദ്ദേഹത്തിന്റെ ഇസ്ലാമിക രാഷ്ട്രീയ നിലപാടുകൾ. 1973 ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയം അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി സഹായിക്കാൻ തീരുമാനിച്ചു. ഇവിടെയാണ് ഫൈസൽ രാജാവ് തന്റെ വജ്രായുധം പുറത്തെടുത്തത്, എണ്ണ. ഞങ്ങളുടെ ശത്രുക്കളെ സഹായിക്കുന്നവർക്ക് ഞങ്ങളുടെ എണ്ണയില്ല. അദ്ദേഹം പാശ്ചാത്യ ലോകത്തേക്കുള്ള എണ്ണ കയറ്റുമതി നിരോധിച്ചു. അമേരിക്കയിലെ പമ്പുകളിൽ വരികൾ നീണ്ടു. ഓഹരി വിപണികൾ തകർന്നു. ലോകം തിരിച്ചറിഞ്ഞു സൗദിയുടെ എണ്ണയ്ക്ക് തോക്കിനേക്കാൾ ശക്തിയുണ്ടെന്ന്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയപ്പോൾ ഫൈസൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മരുഭൂമിയിലെ കൂടാരങ്ങളിൽ ജീവിച്ചവരാണ്, അവിടേക്ക് തിരിച്ചു പോകാനും ഞങ്ങൾക്ക് മടിയില്ല. പക്ഷേ ആ ധീരതയ്ക്ക് അദ്ദേഹം വലിയ വില നൽകേണ്ടി വന്നു. 1975 മാർച്ച് 25 റിയാദിലെ രാജകൊട്ടാരത്തിൽ മജ്ലിസ് നടക്കുന്നു. കുവൈറ്റ് പ്രതിനിധികളെ സ്വീകരിക്കാൻ രാജാവ് നിൽക്കുന്നു. അവിടേക്ക് അദ്ദേഹത്തിന്റെ അനന്തരവൻ ഫൈസൽ ബിൻ മുസൈദ് കടന്നു വരുന്നു. രാജാവ് സ്നേഹത്തോടെ അനന്തരവനെ ആശ്ലേഷിക്കാൻ തല കുനിച്ചു. ആ നിമിഷം മുസൈദ് തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച പിസ്റ്റൾ പുറത്തെടുത്തു. പോയിന്റ് ബ്ലാങ്കിൽ 3 തവണ വെടിയുതിർത്തു. ഒന്ന് താടിയിൽ, ഒന്ന് ചെവിക്ക് പിന്നിൽ. അറേബ്യയുടെ സിംഹം നിലംപതിച്ചു. കൊലയാളിക്ക് മാനസികാസ്വസ്ഥ്യമുണ്ടെന്ന് ഔദ്യോഗികമായി പറയപ്പെട്ടു. പക്ഷേ ഇന്നും പലരും വിശ്വസിക്കുന്നു അത് വെറുമൊരു കൊലപാതകമല്ലെന്ന്. അമേരിക്കയെ മുട്ടുകുത്തിച്ചതിനുള്ള പ്രതികാരമായിരുന്നു അത്. എണ്ണ വിപണിയെ നിയന്ത്രിച്ചതിനുള്ള മറുപടിയായിരുന്നു. സത്യം മണലാരണ്യത്തിലെ കാറ്റിൽ മാഞ്ഞുപോയി. പക്ഷേ ഒന്നുറപ്പാണ്, ഫൈസൽ രാജാവിന്റെ മരണം മധ്യപൂർവേഷ്യയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു. ഒരു രാജാവ് മരിച്ചു, പക്ഷേ ആ ഇതിഹാസം ഇന്നും ജീവിക്കുന്നു.